നമസ്കാരം. എക്സലന്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ്ങും ഗുഗേഷും കളിച്ചിട്ടുള്ള രണ്ടാമത്തെ മാച്ച് സമനിലയിൽ കലാശിക്കുകയായിരുന്നു. നമുക്ക് ഈ ഗെയിം ഒന്ന് വിലയിരുത്താം. ഗുഗേഷും ഡിങ്ങും കളിച്ച ആദ്യത്തെ ഗെയിം ഡിങ് വിജയിച്ചതുകൊണ്ട് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ 2 റൗണ്ടുകൾ സമാപിക്കുമ്പോൾ ഡിങ്ങിന് 1.5 പോയിന്റും ഗുഗേഷിന് 1/2 പോയിന്റുമാണുള്ളത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. പോൺ E4, പോൺ E5, കിങ് പോൺ ഓപ്പണിംഗ്, നൈറ്റ് F3, നൈറ്റ് C6. ബ്ലാക്കും വൈറ്റും നൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നു. ബിഷപ്പ് C4, ബിഷപ്പ് C5, D3, നൈറ്റ് F6, നൈറ്റ് C3. ഇറ്റാലിയൻ 4 നൈറ്റ്സ് വേരിയേഷനിലാണ് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും മൈനർ പീസുകൾ വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് എത്തിച്ചുകൊണ്ട് ചെസ് ബോർഡിൽ വളരെ നല്ല ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ ഇരു വിഭാഗത്തിനും സാധിച്ചിട്ടുണ്ട്. പോൺ A6, B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുക എന്നുള്ളതാണ് A6 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. പോൺ A4, ബ്ലാക്കിൻ്റെ B5 എന്ന നീക്കത്തെ A4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഡിഫെൻസ് ചെയ്യുന്നു. പോൺ D6, ലേറ്റ് സ്ക്വയർ ബിഷപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ D6 എന്നൊരു നീക്കം നടത്തുന്നു. കിങ് സൈഡ് ക്യാസ്ലിംഗ്, വൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ ക്യാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സുരക്ഷിതമാക്കുകയും റൂക്കിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പോൺ H6, വൈറ്റിൻ്റെ BG5 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് E3, C5-ലിരിക്കുന്ന ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് D6. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ചെസ് ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്സ്ചേഞ്ച് വേരിയേഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഗെയിം ഒരു സമനിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വൈറ്റും ബ്ലാക്കും ഉദ്ദേശിക്കുന്നത്. ഡിങ്ങിന് 1 പോയിന്റ് കൂടുതലുള്ളത് കൊണ്ട് സമനിലയിൽ തൃപ്തനാണ്. എന്നാൽ ഗുഗേഷിന് ഒരു തോൽവി ഉള്ളതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു സമനില ഉണ്ടാക്കിയെടുത്ത് പിന്നീട് സാവധാനം വിജയിക്കുവാൻ ശ്രമിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയായിരിക്കാം ഗുഗേഷ് ഒരു സമനില ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്. പോൺ A5, പോൺ A5 എന്ന നീക്കം ഈ ഒരു പൊസിഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം ബ്ലാക്കിൻ്റെ B6 അല്ലെങ്കിൽ A5 എന്നീ 2 നീക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിന് A5 എന്ന നീക്കം വൈറ്റിനെ സഹായിക്കുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ A5-ലിരിക്കുന്ന പോൺ ഒരു വീക്ക് പോണായി നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നു. ഇതുപയോഗിച്ചുള്ള ഒരു എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബ്ലാക്കിന് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ബിഷപ്പ് ടേക്സ് C4, D ടേക്സ് C4. D ടേക്സ് C4 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ C5-ൽ ഡബിൾ പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് സൈഡ് ക്യാസ്ലിംഗ്, ബ്ലാക്ക് ക്യാസ്ലിംഗ് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് ടേക്സ് E3 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ E5-ൽ ഒരു ഡബിൾ പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ റൂക്ക് ഇരിക്കുന്ന F5 ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ബിഷപ്പ് ടേക്സ് E3 എന്ന നീക്കം നടത്താത്തത്. ഇനി മറ്റൊരു വേരിയേഷൻ നോക്കുകയാണെങ്കിൽ BB4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെയും A5-ലിരിക്കുന്ന പോണിനെയും ആക്രമിക്കുവാനുള്ള ഒരു സാധ്യത കൂടി ബ്ലാക്കിനുണ്ടായിരുന്നു. ആ ഒരു വേരിയേഷനിൽ ബ്ലാക്ക് നീക്കങ്ങൾ നടത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിന് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടായിരിക്കാം BB4 എന്ന നീക്കം നടത്താതിരുന്നത്. ബിഷപ്പ് ടേക്സ് C5, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. D ടേക്സ് C5. ഇപ്പോൾ ഡിങ്ങും ഗുഗേഷും ഒരു സമനില ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട് 2 ബിഷപ്പുകളെയും പരസ്പരം ക്യാപ്ചർ ചെയ്യുന്നു. പോൺ B3,
C4 പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. ക്യൂൻ ടേക്സ് D1, റൂക്ക് F1 ടേക്സ് D1. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനെയും ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് A D8. റൂക്കുകൾ പരസ്പരം ക്യാപ്ചർ ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ D5 എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ബ്ലാക്ക് ചെയ്യുന്നത്. റൂക്ക് D C1, നൈറ്റ് D4, നൈറ്റ് E1. എന്നാൽ വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D4 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ടേക്സ് D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ നല്ല ഒരു പോൺ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുമായിരുന്നു. റൂക്ക് D6. ബ്ലാക്ക് D5 റൂക്കുകളെ ഡബിൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ റൂക്ക് D6 എന്ന നീക്കം നടത്തുന്നു. കിങ് F1. വൈറ്റിൻ്റെ കിങ്ങിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പോൺ G6, റൂക്ക് D1, റൂക്ക് F D8. D5 റൂക്കുകളെ ഡബിൾ ചെയ്യുന്നതിന് സാധിക്കുന്നു. പോൺ F3. E4 പോണിന് ഒരു സംരക്ഷണം നൽകുകയും G4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കിങ് G7, കിങ് F2, പോൺ H5, നൈറ്റ് E2, നൈറ്റ് C6, നൈറ്റ് C3, നൈറ്റ് D4, നൈറ്റ് E2, നൈറ്റ് C6, നൈറ്റ് C3, നൈറ്റ് D4. ഈ ഒരു പൊസിഷനിൽ 3-fold റിപ്പീറ്റേഷനിലൂടെ ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ രണ്ടാമത്തെ ഗെയിം സമനിലയിൽ പിരിയുന്നു. ബ്ലാക്കിൻ്റെ 10ാമത്തെ നീക്കം ക്യാസ്ലിംഗ് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് B4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് B4, നൈറ്റ് D5. നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെയും F6 നൈറ്റിനെയും ആക്രമിക്കുന്നു. എന്നാൽ നൈറ്റ് C3 എന്ന സ്ക്വയറിൽ നിന്നും മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുമ്പോൾ E4 പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. നൈറ്റ് ടേക്സ് E4, ക്യൂൻ E3. ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് F6, ക്യൂൻ B3. ക്യൂൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു. എന്നാൽ ബിഷപ്പിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുമ്പോൾ B7 പോൺ നഷ്ടപ്പെടുന്നു. ബിഷപ്പ് C5, ക്യൂൻ ടേക്സ് B7, നൈറ്റ് ടേക്സ് D5, ക്യൂൻ ടേക്സ് C6, കിങ് F8, ക്യൂൻ ടേക്സ് D5, B ടേക്സ് C3, F ടേക്സ് E3. ക്യാസ്ലിംഗ് എന്ന നീക്കത്തിന് പകരം ബിഷപ്പ് B4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് പൂർണ്ണമായും ഒരു പീസ് നഷ്ടപ്പെടുന്നു. എന്നാൽ ക്യൂൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുമ്പോൾ A5 പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് ടേക്സ് A5, ക്യൂൻ ടേക്സ് B7, നൈറ്റ് E7, റൂക്ക് ടേക്സ് A5. ഈ പൊസിഷനിലും ബ്ലാക്കിന് ഒരു പീസ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് BB4 എന്ന നീക്കം നടത്തുകയായിരുന്നു എങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടുമായിരുന്നു. ഇനി നമുക്ക് വൈറ്റിൻ്റെ 15ാമത്തെ നീക്കം നൈറ്റ് E1 എന്ന നീക്കത്തിന് പകരം നൈറ്റ് ടേക്സ് E5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നൈറ്റ് ടേക്സ് E5, റൂക്ക് F E8. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. പോൺ F4, നൈറ്റ് ടേക്സ് E4. നൈറ്റ് ടേക്സ് C4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം വൈറ്റിൻ്റെ C3 നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് E4 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ E2 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബ്ലാക്കിൻ്റെ നൈറ്റ് ഉപയോഗിച്ച് E2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ റൂക്ക് നഷ്ടപ്പെടുന്നു. നൈറ്റ് ടേക്സ് E4, നൈറ്റ് E2 ചെക്ക്, കിങ് F1, നൈറ്റ് ടേക്സ് F4, നൈറ്റ് F3, റൂക്ക് ടേക്സ് E4. വൈറ്റിൻ്റെ 15ാമത്തെ നീക്കം നൈറ്റ് ക്രോസ് E5 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ വൈറ്റിന് ഒരു പോൺ നഷ്ടപ്പെടുന്നു. റൂക്ക് D6 എന്ന നീക്കം നടത്തുമ്പോൾ KF1 എന്ന നീക്കത്തിന് പകരം
നൈറ്റ് D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണുകളെ ആക്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നൈറ്റ് D3 ഈ ഒരു പൊസിഷനിൽ C2-യിലിരിക്കുന്ന പോൺ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ D3-യിലിരിക്കുന്ന നൈറ്റിന്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലൂടെ ബ്ലാക്കിന് ഒരു പോണിനെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. Knight takes B3, C takes B3, Rook takes D3, King F1, Rook F D8. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു പോൺ നഷ്ടപ്പെടുന്നു. ബ്ലാക്കിന്റെ റൂക്കുകൾ ഓപ്പൺ ഫയലിൽ എത്തിക്കുവാൻ സാധിക്കുന്നു. A5-ൽ ഇരിക്കുന്ന പോൺ വീക്ക് പോൺ കൂടി ആയതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് വിജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നൈറ്റ് D3 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിന് വിജയിക്കുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഗെയിമിലെ വിവിധ വേരിയേഷനുകളെല്ലാം ഒരു ഡ്രോ പൊസിഷനിലാണ് നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.